ഹായ് എവരി വൺ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. റേഷ്യൻ പ്രൊപ്പോർഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. 2019 CHSL ടയർ 1 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2019 CHSL ടയർ 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ₹8,000 is distributed among A, B and C such that they receive notes of ₹500, ₹200 and ₹100 respectively. അതായത് 8,000 രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെ 3 ആൾക്കാർ A, B, C എന്നുള്ള 3 ആൾക്കാർക്ക് വീതിച്ച് നൽകി. എങ്ങനെ നൽകി എന്ന് വെച്ചാൽ എക്ക് നൽകിയപ്പോൾ 500 രൂപ നോട്ട് വെച്ച് മാത്രം നൽകി, ബിക്ക് കൊടുത്ത എമൗണ്ട് 200 രൂപ നോട്ട് വെച്ച് മാത്രം നൽകി, സിക്ക് എത്ര രൂപ കൊടുത്തോ അതെല്ലാം 100 രൂപ നോട്ടുകളായിരുന്നു. ഓക്കെ, the amount received by them are in the ratio 15:2:3. A is to B is to C. A is to B is to C. Amount receive ചെയ്തത് ഈ 8,000 രൂപ ഞാൻ വീതിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. അത് എങ്ങനെ കൊടുത്തെന്ന് വെച്ചാൽ 15:2:3 നമുക്ക് റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. എന്തിന്റെ? എമൗണ്ടിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്, ടോട്ടൽ എമൗണ്ടിന്റെ. ഓക്കെ, what was the ratio of the number of notes of ₹500, ₹200 and ₹100? 500 രൂപ നോട്ടിന്റെ, 200 രൂപ നോട്ടിന്റെ, 100 രൂപ നോട്ടിന്റെ എത്ര നോട്ടുകൾ ഉണ്ടെന്നുള്ളതിന്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. ഇപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, എക്ക് ആണെങ്കിൽ 500 രൂപ നോട്ട് വെച്ച് മാത്രമാണ് എക്ക് നൽകിയിട്ടുള്ളത്. എക്ക് 500 രൂപ നോട്ട് മാത്രമേ ഉള്ളായിരുന്നു. ബിക്ക് പൈസ നൽകിയപ്പോൾ 200 രൂപ നോട്ട് മാത്രമേ ഉള്ളായിരുന്നു. സിക്ക് പൈസ നൽകിയപ്പോൾ 100 രൂപ നോട്ട് മാത്രമേ ഉള്ളായിരുന്നു. ശരിയല്ലേ? ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചേക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് നോട്ട്സിന്റെ റേഷ്യോ ആണ്. എന്തിന്റെ? 500:200:100. അങ്ങനെ വെച്ചാൽ A:B:C എന്ന് പറഞ്ഞുകൂടെ? കാരണം 500 എക്ക് മാത്രമേ ഉള്ളൂ, 200 ബിക്ക് മാത്രമേ ഉള്ളൂ, 100 സിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A:B:Cയുടെ എന്താണ്? നമ്പർ ഓഫ് നോട്ട്സിന്റെ റേഷ്യോ ആണ്, എത്ര നോട്ട് ഉണ്ടെന്ന്. ഓക്കെ, എത്ര നോട്ട് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഒരു നോട്ടിന്റെ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. ഇപ്പൊ എൻ്റെ 1000 രൂപയുണ്ട്, 500 രൂപ നോട്ടുകൾ വെച്ച് മാത്രമാണ് എനിക്ക് 1000 രൂപ ഉള്ളത്. അപ്പം എൻ്റെ എത്ര നോട്ടുണ്ട്? ടോട്ടൽ 1000 ഡിവൈഡ് ബൈ ഏതാണ് ഡിനോമിനേഷൻ? 500 രൂപ നോട്ട് ഡിവൈഡ് ബൈ 500. അങ്ങനെ രണ്ട് നോട്ടുണ്ട്. അത് അങ്ങനെ ഡിവൈഡ് ചെയ്താൽ കണ്ടുപിടിക്കാവുന്നല്ലേ ഉള്ളൂ. ഇവിടെ എനിക്ക് തന്നിട്ടുള്ള എന്താണ്? റേഷ്യോ ആണ്. എന്നോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത് എന്താണ്? റേഷ്യോ ആണ് അല്ലേ? എമൗണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. എന്നോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത് ഡിനോമിനേഷൻ അല്ലെങ്കിൽ എത്ര നോട്ടുകളുണ്ട്. ആ റേഷ്യോ ആണ് എന്നോട് ചോദിച്ചേക്കുന്നത്. റേഷ്യോ തന്നിട്ടുണ്ട്. റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എനിക്ക് എന്താ ചെയ്തത്? ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 15 ബൈ ഒരു നോട്ടിന്റെ വാല്യൂ എത്രയാണ്? എയുടെ ഒരു നോട്ടിന്റെ വാല്യൂ 500 ഈസ്റ്റു 2 ബൈ 200 ഈസ്റ്റു 3 ബൈ 100. ഈ 0 എല്ലായിടത്തും കട്ട് ചെയ്ത് പോകും. 15 ബൈ 5 എന്ന് പറയുമ്പോൾ 3 വരും. 3:2 ബൈ 2 എന്ന് വെച്ചാൽ 1 വരും. 3:1:3 റേഷ്യോ. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ റേഷ്യോ എടുത്തു? റേഷ്യോ എടുത്തെന്ന് വെച്ചാൽ എന്നോട് ആൻസറിൽ റേഷ്യോ തന്നെയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ഈ 15 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 15x ആണ് എക്ക് കിട്ടുന്നത്, ബി കിട്ടുന്നത് 2x ആണ്, സി കിട്ടുന്നത് 3x ആണ്. അതായത് എമൗണ്ടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എക്സ് എന്ന് വെച്ചാൽ എത്ര വേണമെങ്കിൽ 15,000 ആവാം, 15 ലക്ഷം ആവാം, എത്ര വേണമെങ്കിലും ആകും. പക്ഷെ ഈ പ്രൊപ്പോർഷനിലെ ഈ റേഷ്യോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഓക്കെ, ഇപ്പം കൺവെൻഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ 15 + 2 + 3 മൊത്തം 20 യൂണിറ്റ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞ 8,000 എന്നും പറഞ്ഞ് ചെയ്യാം. പക്ഷെ ഇതിന്റെ ആവശ്യം നമുക്കില്ല, കാരണം നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ, നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചതും റേഷ്യോ. ഓക്കെ, അപ്പം അനാവശ്യമായിട്ടുള്ള കാൽക്കുലേഷൻ എല്ലാം ഒഴിവാക്കാം. ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. 3:1:3. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.